നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യക്കാരായ നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. നമുക്കത് തെളിയിക്കുന്നതിന് ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് അങ്ങനെ തുടങ്ങിയ നിരവധി രേഖകളുണ്ട്. അടുത്ത കാലത്ത് ആണ് അത്തരം രേഖകളുടെ ആവശ്യം നമ്മൾ പഠിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തത്. NRCയുടെയും മറ്റും പേരിൽ കഴിഞ്ഞ തവണ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നതിന് നമ്മൾ കാട്ടിയ തിരക്കുകൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ നമ്മളെപ്പോലെ തന്നെ ഒരു കാലത്ത് വളരെ സന്തോഷത്തിലും സൗകര്യത്തോടെയും കൂടി ബർമ എന്ന് പറയുന്ന, ഇപ്പോൾ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ടായിരുന്നു, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് പോലെ അവിടുത്തെ പൗരന്മാരായി അവരാ നാട്ടിൽ ജനിച്ച് അവിടെ ജീവിച്ചു വളർന്നു. ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ, അതേപോലെ തന്നെ സമാധാനമാണ് ജീവിത ദർശനമെന്ന് പഠിപ്പിച്ച ശ്രീ ബുദ്ധൻ്റെ അനുയായികൾ കൂടുതലുള്ള ആ നാട്ടിൽ പ്രത്യേക പൗരത്വ രേഖയുണ്ടാക്കി ഈ മുസ്ലിം സമൂഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല, അതിഭീകരമായ പീഡനങ്ങളാണ് അവരോട് ചെയ്തത്. ആദ്യം ഒരു തിരിച്ചറിയൽ കാർഡ് നൽകുന്നു, കാർഡില്ലാത്തവരെ പിടികൂടി കൂട്ടമായി വലിയ ടണലുണ്ടാക്കി അതിലേക്കിട്ട് നൂറുകണക്കിന് ആളുകളെ ജീവനോടെ കുഴിച്ചു മൂടി. തീർന്നില്ല, പലരും പല നാടുകളിലേക്ക് അഭയാർത്ഥികളായി പോയി. 500ഉം 600ഉം പേര് 10ഉം 20ഉം പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിൽ കയറി യാത്ര ചെയ്ത് ആ ബോട്ട് കടലിൽ മുങ്ങി 500ഉം 600ഉം പേര് ഒരുമിച്ച് മരിച്ച ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായി. ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു 2 ദിവസം മുമ്പ് നടന്ന അത്തരം ഒരു സംഭവത്തെക്കുറിച്ച്. ഇന്ത്യയാണ് കുറച്ചെങ്കിലും അവരോട് ദയ കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഡൽഹിയിലെത്തിയ അവരെ ഇവിടുത്തെ സംഘപരിവാറും ഫാസിസ്റ്റുകളും അടിച്ചോടിക്കാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസിൻ്റെയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും എല്ലാം, അതുപോലെ ഇടതുപക്ഷ പാർട്ടികളുടെയും എല്ലാം ഇടപെടലിനെ തുടർന്ന് അവരിപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെയും ഫ്ലക്സിൻ്റെയും ഷീറ്റുകൾ കൊണ്ട് മറച്ച ആ ടെൻറ്റുകൾക്കുള്ളിൽ കൊടും തണുപ്പിൽ നരകയാതന അനുഭവിച്ച് കഴിയുന്നു എന്നത് വലിയൊരു ദുരിതമായി നമ്മുടെ മുന്നിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖസൗകര്യത്തിൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളോട് ഞങ്ങളുടെ രാജ്യം കാണിച്ച ഈ നീതി നിഷേധം നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? ഇതാണോ നിങ്ങൾ കാണിക്കുന്ന സാഹോദര്യം? മനുഷ്യത്വത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളൊരു ചോദ്യം അവർ നമ്മോട് ചോദിക്കുമ്പോൾ നാം അതിനെതിരെ പ്രതികരിക്കണം. നമ്മളാരും പ്രതികരിച്ചത് കൊണ്ട് അവരെ അവരുടെ നാട് തിരിച്ചെടുക്കുമെന്നോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്നോ, അതുമല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും ഇടപെടുമെന്നോ എന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതൊന്നും എൻ്റെയും നിങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ. പക്ഷേ പ്രവാചകൻ്റെ ഒരു അധ്യാപനമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം, അതുമല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. ഈ ചിന്താഗതി നമ്മിൽ എത്ര പേർക്കുണ്ട് എന്ന ചോദ്യമാണ് വേരുകൾ ഇല്ലാത്തവർ എന്ന പുസ്തകത്തിലൂടെ ഞാൻ അവതരിപ്പിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കഥ.
ആ കഥയിലെ കഥാപാത്രങ്ങളെല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഇന്ന് ഞങ്ങളുടെ ഗതി ഇതാണെങ്കിൽ, നിങ്ങൾ മൗനം പാലിക്കുന്നുവെങ്കിൽ, നാളെ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ടാകും? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കണ്ണുനീര് വാർക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കുമോ എന്നാണ് ആ നോവലിലെ കഥാപാത്രങ്ങൾ നമ്മോട് ചോദിക്കുന്നത്. ആ പുസ്തകം ഇപ്പോൾ ഓൺലൈൻ എഡിഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. 120 രൂപയാണ് അതിൻ്റെ വില. അതോടൊപ്പം അത് വാങ്ങുന്നവർക്ക് നമ്മുടെ കണ്ണാടി ഓൺലൈൻ മാസിക 1 വർഷം സൗജന്യമായി ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 2 ആഴ്ചത്തേക്കാണ് ആ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൗജന്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ, ആ പുസ്തകം എല്ലാവരും വായിക്കണം, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടണം എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ആ പുസ്തകം വാങ്ങണം, വായിക്കണം. റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്പം കണ്ണുനീരൊഴിക്കണം. സ്വന്തം മനസാക്ഷിയിലെങ്കിലും നമുക്ക് ഞാൻ ഇത്രയും വലിയൊരു അനീതി കണ്ടിട്ട് പ്രതികരിച്ചില്ലല്ലോ എന്ന കുറ്റബോധം ഒഴിവാക്കാനെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.